ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ്. ഇതിനകത്ത് സൗദി അറേബ്യ ഇറാനെ വാൺ ചെയ്തിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഏത് രീതിയിലുള്ള ബന്ധമായിരുന്നു, അവർ ഏത് രീതിയിലുള്ള അടുപ്പമാണ് കാണിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വിസിറ്റിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു സൈഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതേസമയം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വിസിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം അഗ്രസീവായ രീതിയിൽ ഇറാനെതിരെയാണ് സൗദി അറേബ്യ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്ലി മാനർ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയപ്പെടുന്നത്, പക്ഷേ ഇറാനെതിരെയാണ് പ്രത്യക്ഷത്തിൽ. അതായത് ഇറാനെ ന്യൂക്ലിയർ ഡീലിലേക്ക് പോകൂ എന്ന് ഓർഡർ ചെയ്യുന്ന ഒരു കമൻസ്മെന്റ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ആ രീതിയിൽ സൗദി അറേബ്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഇറാൻ അമേരിക്കയുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീലുമായിട്ട് മുന്നോട്ട് പോവുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള താക്കീത്, ആ രീതിയിലുള്ള ഒരു വാർണിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് മീറ്റിംഗിൽ സൗദി അറേബ്യ, ഖത്തർ, UAE ഈ മൂന്ന് രാജ്യങ്ങളും, ഈ മൂന്ന് പ്രധാനപ്പെട്ട സുപ്രധാന അമേരിക്കയുടെ ചേരിയിൽ നിൽക്കുന്ന മൂന്ന് രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ടാണ് വാർത്ത പുറത്തു വരുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, ഏത് സമയത്തും ഒരു ന്യൂസ് പുറത്തു വന്നേക്കാം, ഇന്നോ നാളെയോ മറ്റന്നാളോ, വിത്തിൻ 2 to 3 ഡേയ്സിൽ ഒരു പ്രഖ്യാപനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ പ്രതീക്ഷയില്ല എന്ന് പറയുന്നതിന്റെ കാരണമുണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ 1-2 ദിവസത്തിൽ ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ട്രംപ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഇതേപോലെ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇതുവരെ നടപ്പിലായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഗാസ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നത് ഇസ്രായേലാണ്, നേരെ മറിച്ച് അമേരിക്കയല്ല. കാരണം അമേരിക്കയ്ക്ക് വേണ്ടത് എന്താണോ, എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരു ബന്ദി, അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ദികളും ഹമാസിന്റെ പക്കലില്ല. അതുകൊണ്ട് അമേരിക്കയുടെ റോള് വളരെ ലിമിറ്റഡ് ആണ്. ഹമാസിന് ഇപ്പം സംസാരിക്കാൻ പറ്റിയ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. കാരണം ഇസ്രായേൽ ഇവരെ മുഖവിലേക്ക് എടുക്കുന്നുമില്ല, ഇസ്രായേൽ ഇവരുമായിട്ട് യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ല എന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ആണ്. ഈ ഹമാസുമായിട്ടുള്ള ഈ ഒരു നെഗോസിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ് തന്നെ 2 അഭിപ്രായമാണ്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ ബന്ദികളെയും വിട്ടേക്കും, 60 ദിവസത്തെ സീസ് ഫയർ, നമ്പർ 1. രണ്ടാമത് ഇതേ സീസ് ഫയർ നെഗോസിയേഷൻ ചെയ്യുന്ന ആൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്റ്റീവ് വിറ്റ്കോഫ് തന്നെ പറഞ്ഞിരിക്കുന്നത് 10 ബന്ദികളെ വിട്ടേക്കും, 60 ദിവസത്തെ സീസ് ഫയർ. ഇതിൽ ഏതാണ് ശരിക്കുമുള്ള സീസ് ഫയർ ടോക്ക്? അതിൽ തന്നെ ഒരു ഉറപ്പ് ഇതുവരെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നുള്ളത്. എന്നാലും ഇങ്ങനെ തന്നെയാണ് വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അത് നിങ്ങളെ അറിയിക്കുന്നതേ ഉള്ളൂ. ഇസ്രായേൽ ഏത് വിധേനയും ഹമാസിനെ തുലയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. ഇസ്രായേൽ പറയുന്ന സ്ഥലത്തേക്ക് കാര്യങ്ങൾ വന്ന് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം വിട്ടുകൊണ്ട് വീണ്ടും ഇസ്രായേൽ പഴയതുപോലെ ഒരു സീസ് ഫയറിലേക്ക് പോകുമെന്നുള്ളൊരു ധാരണ എനിക്കില്ല. കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അത് ഞാൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ സൗദി അറേബ്യ അങ്ങനെ നൈസിന് കൈ കഴുകി അങ്ങ് മാറി നിന്നല്ലോ. അങ്ങനെ മാറി നിന്ന സ്ഥിതിക്ക് ഇറാൻ കാര്യം മനസ്സിലായി, ഇനി സൗദി മാറിയ സ്ഥിതിക്ക് കുറേ അറബ് രാഷ്ട്രങ്ങൾ സൗദിയുടെ പുറകിൽ അങ്ങ് മാറി നിൽക്കും. സുന്നി മെജോറിറ്റി കൺട്രികളെല്ലാം തന്നെ ഇറാന്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിനെയാണ് ശരിക്കും സൗദി അറേബ്യയുടെ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത്. അല്ല, സൗദി അറേബ്യ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സൗദി അറേബ്യയും ഇറാനും മാത്രമുള്ള വിഷയമല്ല. സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇറാനെ ഈ ഒരു വിഷയത്തിൽ ഇതേ നിലപാടിലൂടെ ആയിരിക്കും നോക്കിക്കാണാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ന്യൂക്ലിയർ ഡീൽ ആവാം, പക്ഷേ ട്രംപ് കുറച്ചുകൂടെ മയത്തിൽ പെരുമാറണം, ട്രംപ് കുറച്ചുകൂടെ അയഞ്ഞു പെരുമാറണം, സാങ്ഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ സംസാരിക്കരുത്, ഭീഷണിയുടെ സ്വരം ഒന്ന് ഒഴിവാക്കണം. ട്രംപ് ഇടുന്നത് പ്രഷറാണ്. ആ പ്രഷർ മനസ്സിലാക്കാതെ ഞങ്ങളുടെ അടുത്ത് വളരെ കൈൻഡായിട്ട് സംസാരിക്കണം, ഞങ്ങളുടെ കുടുംബത്തിൽ ചായ കുടിക്കാവുന്ന ആളാണോ ട്രംപ്? ട്രംപ് ഈ രീതിയിലേ പെരുമാറുള്ളൂ. നിങ്ങൾക്ക് ന്യൂക്ലിയർ ഡീൽ വേണമെന്നുണ്ടെങ്കിൽ പോയി എടുക്കുക. അതിലുപരിയായിട്ട് ന്യൂക്ലിയർ ഡീൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ തരാം, പക്ഷെ ഇങ്ങനെ പെരുമാറണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പൊ ഇറാൻ വെക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ഇറാൻ വെക്കുന്ന നിർദ്ദേശമാണ്. ഇറാൻ അങ്ങോട്ട് കമന്റ് ചെയ്യാണ്. അതായത് അമേരിക്കയ്ക്ക് ന്യൂക്ലിയർ ഡീൽ വേണമെന്നുണ്ടെങ്കിൽ ഭീഷണി സ്വരമൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട്, സാങ്ഷൻസ് എന്നുള്ള രീതിയിലുള്ള ചില പ്രഷർ പോളിസീസ് ഒക്കെ മാറ്റിക്കൊണ്ട് വളരെ അയഞ്ഞ് ദയവ് ചെയ്ത് ഇങ്ങനെ അപേക്ഷിച്ച രീതിയിൽ കാല് പിടിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിടാന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു നടക്കി പോകുന്ന ഒരു ഏർപ്പാടൊന്നുമില്ല. ഇത് അങ്ങോട്ട് കൊണ്ട് ശരിക്കും അടിച്ചു തീർക്കേണ്ട വിഷയമായിട്ട് മാറിത്തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്ക വീണ്ടും അംബാസിഡറിന്റെ റെസിഡൻസി സിറിയയിൽ പൊടിതട്ടിയെടുത്ത് ക്ലീൻ ചെയ്ത് അമേരിക്കൻ പതാകയൊക്കെ റെഡിയാക്കി മുകളിൽ കയറ്റി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിന് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക സിറിയയുമായിട്ട് ഈ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ്.
അത് തയ്യാറാണെന്നുള്ളത് നമുക്ക് പണ്ടേ മനസ്സിലായി. അതിന്റെ നെഗോസിയേഷൻസും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ പണ്ടേ ചെയ്തിട്ടിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് ഒരു പാക്ട്, ആ പാക്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്റ്റിൽ മാത്രമേ അമേരിക്ക സിറിയയ്ക്കുള്ളിൽ നിലനിൽക്കുള്ളൂ. ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും രീതിയിൽ വാല് പൊക്കാനുള്ള ഏർപ്പാടാണ് എന്നുണ്ടെങ്കിൽ അമേരിക്ക ഇപ്പൊ തന്നെ കടയടച്ച് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടിയാണ് ഇതിന്റെ കൂടെ ചേർന്ന് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ അമേരിക്കയുടെ നിലപാട് എന്താണെന്നുള്ളത്. അതായത് ഏത് രീതിയിൽ പോയാലും ഇസ്രായേലിനെ കൈവിട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആ രീതിയിലുള്ള പ്രഷർ അമേരിക്കൻ പ്രസിഡന്റിന് അവിടെ കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാവും അമേരിക്കയുടെ ഉള്ളിൽ. കാരണം അത്രമാത്രം ജൂയിഷ് ഇൻഫ്ലുവൻസ് അമേരിക്കയുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ലെബനീസ് ആർമി പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് ഹിസ്ബുള്ളയുടെ എല്ലാ താവളങ്ങളും അടിച്ച് തച്ച് തകർത്ത് ക്ലീൻ ചെയ്ത് വൈപ്പ് ഔട്ട് ചെയ്യാൻ റെഡിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? ലെബനീസ് ആർമി പറഞ്ഞിരിക്കുന്നത്. അത് ഇസ്രായേൽ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ് ഇവരൊക്കെ. അപ്പൊ ഇസ്രായേൽ വളരെ ശക്തമായിട്ട് ഒന്ന് നിന്നപ്പോഴത്തേക്കും ഇവർക്കെല്ലാം ഈ രീതിയിൽ ഇസ്രായേലിന്റെ വരുതിക്ക് വരേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇന്ന് ഈ സാഹചര്യത്തിനെ മാറ്റിക്കൊണ്ട് ഒരു സീസ് ഫയർ ഉണ്ടാകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ സീസ് ഫയർ എന്ന് പറയുന്നത് അമേരിക്ക നടത്തുന്ന ഒരു നാടകമായിട്ട് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലുപരിയായിട്ട് ഇതിനകത്ത് വേറെ ഒന്നും തന്നെ കാണേണ്ടതില്ല. ഇസ്രായേലും സിറിയയും തമ്മിൽ ഫേസ് ടു ഫേസ് ചർച്ച നടത്താനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ അമേരിക്ക സിറിയയിൽ ഇടുന്ന പ്രഷർ, ആ ഒരു പ്രഷറാണ് ഈ ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേലിന് സിറിയയുടെ ഭാഗത്തുനിന്ന് വേണ്ടത് വേറെ ഒന്നുമല്ല, ഗോലാൻ ഹെയ്റ്റ്സ് ഭാഗത്ത് ഇവർ കയറി പിടിച്ചിരിക്കുന്ന സ്ഥലം അത് ലീഗലി അംഗീകരിക്കുക, ഇസ്രായേലിന്റെ ഭാഗമായിട്ട് അതിനെ ചേർത്ത് കൊടുക്കുക. അതിലുപരിയായിട്ട് ഹെർമോൺ മൗണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഹെർമോൺ മലനിരകൾ, ആ മലനിരകൾ പെർമനന്റ് ആയിട്ട് ഇസ്രായേലിന് സ്വന്തമായിട്ട് കൊടുക്കുക. ഡ്രൂസ് കമ്മ്യൂണിറ്റി താമസിക്കുന്ന ആ ഒരു ബോർഡർ ഏരിയകളിൽ ഒരു രീതിയിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാക്കാതിരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് HTSന്റെ തലപ്പത്തിരിക്കുന്ന ആൾ വേണമെങ്കിൽ, അഹമ്മദ് അൽഷാറ വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ പറയാം. പക്ഷേ ഈ HTS എന്ന് പറഞ്ഞ സംഘടന ഒന്നല്ല, പല തീവ്രവാദ സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് HTS. അതുകൊണ്ട് HTSന്റെ ഉള്ളിൽ തന്നെ പല സംഘടനകൾക്കും പല അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ തലവേദന ഇനി ചുമക്കാൻ പോകുന്നത് അഹമ്മദ് അൽഷാറ എന്ന് പറഞ്ഞ ആ ഒരു ഭരണാധികാരി ആയിരിക്കും. ആ തീവ്രവാദിക്കാണ് ഇനി ഇതിന്റെ ഒരു ചുമതല. ഇനി എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് ഇനി നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ്. സന എയർപോർട്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തതിനു ശേഷം അവിടുത്തെ അവസാനത്തെ ഫ്ലൈറ്റും കൂടി അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് തൂത്ത് പിറക്കി കളഞ്ഞതിന് ശേഷം ഇപ്പം ഹൂത്തികൾ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്രായേലിൽ വരുന്ന സിവിലിയൻ എയർക്രാഫ്റ്റിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും, സിവിലിയൻ എയർക്രാഫ്റ്റിനെ ടാർഗറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും തീവ്രവാദികൾ അങ്ങനെ തന്നെയാണ്. സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ തീവ്രവാദികളുടെ യഥാർത്ഥ ലക്ഷ്യം. കാരണം അവര് എയിം ചെയ്യുന്ന ടാർഗറ്റ് അറ്റാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എത്ര സിവിലിയൻസ് കൊല്ലപ്പെട്ടാലും അതിനെയൊക്കെ അവർ ഹോളി വാറായിട്ടാണ്, അതിനെയൊക്കെ അവർ വിശുദ്ധമായ കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. കാരണം അതൊക്കെ മേളിൽ നോക്കിക്കോളും, അതിന്റെ കണക്കൊക്കെ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്ര സിവിലിയൻസ് പോയാലും അവർക്ക് കൊടുക്കേണ്ട കൂലിയൊക്കെ മേളിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സിവിലിയൻസ് എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. അപ്പൊ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എത്ര സിവിലിയൻസ് ആണെങ്കിലും അവർക്കൊരു വിഷയമേ അല്ല. അതൊന്നും അവർക്ക് കുറ്റാർഹമായ വിഷയമല്ല. അത് പൊതുവിൽ ഒരു സിന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു പുണ്യപ്രവൃത്തിയാണ്. ആ പുണ്യപ്രവൃത്തി ചെയ്യുമെന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് മിസൈൽ വിട്ടാലും 1 or 2 മാത്രമേ അവർക്ക് പതിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മാക്സിമം മെജോറിറ്റി മിസൈൽസ് എല്ലാം തന്നെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്ത് കളയുന്ന ഒരു പ്രവൃത്തിയാണ് പൊതുവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുവരെ. അല്ലെങ്കിൽ ഹൂത്തികൾ വിട്ട മിസൈലിന് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ അവിടെ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം ആ ഒരു ഇമ്പാക്ട്. ഇസ്രായേൽ പറയുന്നത് ഹമാസ് ലൂസിങ് കൺട്രോൾ ഇൻ ഗാസ. ഹമാസ് ഗാസയ്ക്കുള്ളിൽ ഒരു കൺട്രോളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് ഗാസയിലുള്ള ജനങ്ങളെ പോലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് ഗോഡൌണുകളിൽ വരെ കയറി, അതായത് വെയർഹൗസിൽ വരെ കയറി ആൾക്കാർ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഹമാസിന് പുല്ലുവില, ഹമാസിന് ഒരു വിലയും കൽപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് ഗാസ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ അവർ ഈ കയ്യിൽ വെച്ചിരിക്കുന്നത് കളിത്തോക്കാണോ എന്നുള്ളത് ഇനി ഡൗട്ട്ഫുള്ളി ഇനി നോക്കി കാണേണ്ട ഒരു വിഷയമാണ്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതേസമയം ഇസ്രായേലും അമേരിക്കൻ കമ്പനിയും കൂടെ ചേർന്ന് നടത്തുന്ന ഈ ഒരു എയ്ഡ് സപ്ലൈ അതിതകൃതിയായ നിലയിൽ ഇസ്രായേൽ പറയുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് എത്തുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അത് റഫേൽ ഈ ഒരു മാപ്പിൽ ഞാൻ കാണിക്കുന്ന ഒരു 3 ഡോട്ടുള്ള സ്ഥലങ്ങളില്ലേ, 3 ബ്ലൂ ഡോട്ട്, ആ സ്ഥലത്താണ് ഇസ്രായേൽ എയ്ഡ് ഡെലിവറി ചെയ്യുന്നത്. അതേപോലെ നെറ്റ്സരീം കോറിഡോർ ആ ഭാഗത്തും ഒരു ചെറിയ ബ്ലൂ ഡോട്ട് കാണുന്നുണ്ടല്ലോ, ആ ഡോട്ട് സ്ഥലത്തും ഇസ്രായേൽ എയ്ഡ് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഈ 2 സ്പോട്ടുകളിലാണ് ഇപ്പം നിലവിൽ ഇസ്രായേൽ എയ്ഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഈ കാണുന്ന സ്ഥലമില്ലേ, അതായത് ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും സ്ഥലങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ഇസ്രായേലിന്റെ കൺട്രോളിലുണ്ട്. ഇതെല്ലാം ഇസ്രായേലിന്റെ കൺട്രോളിൽ വരുന്ന സ്ഥലങ്ങളായിട്ടാണ് ഇപ്പം പൊതുവിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മാപ്പ് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്.
പിന്നെ ഇതിലുപരിയായിട്ട് കാണുന്ന ആ ഒരു ചെറിയ വൈറ്റ് കളർ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലം ലൈറ്റ് പിങ്ക് അഥവാ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ശരിക്കും ഇസ്രായേൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ ആ ഭാഗത്തോട്ടാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആ ഭാഗത്ത് ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ആക്രമണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആ മേഖലകളിലൊക്കെ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. അപ്പൊ ആ ഭാഗത്തൊക്കെ താമസിക്കാനുള്ള പെർമിഷൻ ഇല്ല ശരിക്കും. പക്ഷേ ഇസ്രായേലിനോടൊപ്പം വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ആ ഭാഗത്തോട്ട് പോവുക. അതാണ് ഇപ്പൊ നിലവിലുള്ള ഗാസയിലെ ഒരു അവസ്ഥ. ഞാൻ 2 വാർത്തകൾ കൂടി കൂട്ടിച്ചേർത്ത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് എയ്ഡ് ട്രക്കുകൾ ഗാസയ്ക്കുള്ളിൽ കടത്തിവിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മേലിൽ അതിശക്തമായ രീതിയിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു നടപടി ഞാൻ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാക്രോണെ കൊണ്ട് ഇപ്പൊ മാക്രോൺ അടുത്ത കോമഡി കഥാപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇസ്രായേൽ ശരിക്കും ഗാസയ്ക്കുള്ളിൽ എയ്ഡും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് ഇസ്രായേലിന് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഇസ്രായേലിന്റെ തൊട്ടടുത്താണ് ഗാസ കിടക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിലേക്കാണ് ഗാസയിൽ നിന്നും ആക്രമണം അഴിച്ചുവിടപ്പെട്ടത് ഒക്ടോബർ 7-ന്, അല്ലാതെ ഫ്രാൻസിലേക്കല്ല. അതുകൊണ്ട് ഇസ്രായേൽ തീരുമാനിക്കും അവിടെ എന്ത് വേണം എന്നുള്ളത്. അല്ലാതെ ഇമ്മാനുവൽ മാക്രോൺ ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇമ്മാനുവൽ മാക്രോൺ ഒരു ഡെലിമെയിലാണെന്ന് തോന്നുന്നു. ആ ഡെലിമെയിൽ നിന്നും പുള്ളി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഭാര്യ കൊടുത്ത ഒരു തല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തല്ലിന്റെ ഒരു എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ല എന്ന് തോന്നുന്നു മാക്രോൺ. അതുകൊണ്ട് മാക്രോൺ സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇസ്രായേലിന്റെ മേളിൽ ഏത് രീതിയിലുള്ള പെരുമാറ്റമാണ് ഹാർഡായിട്ട് അങ്ങ് ഫ്രാൻസ് പെരുമാറാനുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി മാക്രോൺ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും ഏത് രീതിയിലാണ് പെരുമാറാൻ പോകുന്നുള്ളത്. അതുപോലെ ഗ്രേറ്റ തൻബർഗ് എന്ന് പറഞ്ഞ ആ ഒരു ലേഡി യൂറോപ്പിലേക്ക് വേണമെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻസ് ഇങ്ങനെ പൊട്ടന്മാരെ പോലെ കേട്ടോണ്ടിരിക്കും. പക്ഷേ മറ്റുള്ള ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളായാലും ശരി, കുറച്ചൊക്കെ വിവരമുള്ള ആൾക്കാർ ഇതൊന്നും കേട്ടോണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടില്ല. ഇപ്പൊ ഗ്രേറ്റ തൻബർഗ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഗാസ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റ തൻബർഗ് യൂറോപ്പിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി ഇരുന്നാൽ പോരെ? എന്തിനാണ് ഇപ്പൊ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇടപെടുന്നത്? ഗാസയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രാൻസിൽ നിന്നും വന്ന 27 ലോ മേക്കേഴ്സ്, അതായത് ഫ്രാൻസിന്റെ ഗവൺമെന്റിന്റെ അംഗങ്ങളായിട്ടുള്ള 26 പേരുടെ വിസയാണ് ഇസ്രായേൽ നിരുപാധികം ക്യാൻസൽ ആക്കി കളഞ്ഞത്. ഗാസയ്ക്കുള്ളിൽ വരണം എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ടെലവീവ് എയർപോർട്ടിൽ ഇറങ്ങി എൻട്രി ഇട്ടിട്ട് വേണം വരാൻ. അതിന് ഇസ്രായേൽ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഗാസ വിസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേലുമായിട്ട് പെർമിഷൻ ചോദിക്കുക. ഗാസ വിസിറ്റ് ചെയ്യണം പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അല്ലാതെ ഞാൻ ഗാസ വിസിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യാം, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തിരിക്കൂ. അത് ഗാസയൊക്കെ വൃത്തിയാക്കി നല്ല റെഡി ആയിട്ട് വെടിപ്പായിട്ട് ആയതിനു ശേഷം ഇസ്രായേൽ പെർമിഷൻ തരും, എല്ലാവർക്കും വിസിറ്റ് ചെയ്യാം. ആർക്ക് വേണേലും പോയി കാണാവുന്ന സ്ഥലമായിട്ട് ഗാസ മാറും. ആ സമയത്ത് താങ്കൾക്ക് വളരെ വാം വെൽക്കമോട് കൂടി ഗാസ സന്ദർശിക്കാവുന്നതാണ്. അതായത് ഇപ്പൊ ഗാസ സന്ദർശിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.